ന്യൂനസംഖ്യകളുടെയും അതിസംഖ്യകളുടെയും വാശിയേറിയ ക്രിക്കറ്റ് മാച്ചാണ് ഇന്നിവിടെ നടക്കുന്നത്. അതെ, എക്സും വൈയും രണ്ട് അതിസംഖ്യകളാണ്. പ്ലസ് എക്സും പ്ലസ് വൈയും. എക്സ് വൈയിനേക്കാൾ ചെറുതാണ്. തൻ്റെ മൂല്യത്തിൻ്റെ വലുപ്പക്കുറവൊന്നും ഒരു പ്രശ്നമല്ല എന്ന് സ്വധൈര്യത്തിൽ എക്സിൽ നിന്നും വൈയിനെ കുറയ്ക്കുകയാണ്. എക്സ് മൈനസ് വൈ എത്രയാണെന്ന് നമുക്ക് നോക്കാം. എക്സ് മൈനസ് വൈ എത്രയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. തൻ്റെ മൂല്യത്തിന് വിലയുണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിനെ വൈയിൽ നിന്നും കുറച്ചിട്ട് കിട്ടിയ വിലയ്ക്ക് ഒരു മൈനസ് ചിഹ്നം കൂടി നൽകുകയാണ്. നമുക്കൊരു ഉദാഹരണം കൂടി കാണിച്ചു തരികയാണ്. 12 - 25 എത്രയാണ്? വേഗം പറയൂ. 12 - 25 എത്രയാണ്? 12 - 25 അതെ, തുക കിട്ടിയിരിക്കുകയാണ്. 25-ൽ നിന്നും 12 കുറച്ചാൽ 13. വെറും 13 അല്ല, 12 - 25 -13. എക്സ് പ്ലസ് മൈനസ് വൈ എന്താവുമെന്ന് നോക്കാം. എക്സും വൈയും അടുത്ത മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ മത്സരത്തിന് ആവേശം കൂട്ടാൻ പ്ലസിനെയും മൈനസിനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇവരുടെ പോരാട്ടത്തിൽ എന്തും സംഭവിക്കാം. അതെ, പ്ലസും മൈനസും തമ്മിലുള്ള പോരാട്ടമാണ് തുടങ്ങിയിരിക്കുന്നത്. മൈനസ് തൻ്റെ വാൾ വീശിക്കൊണ്ട് പ്ലസിനെ ഔട്ടാക്കിയിരിക്കുകയാണ്. അതെ, എക്സ് പ്ലസ് മൈനസ് വൈ സമം എക്സ് മൈനസ് വൈ. ഇതാ വരുന്നു നമ്മുടെ ഉത്തരം. ഇതാ എക്സ് പ്ലസ് മൈനസ് വൈ സമം എക്സ് മൈനസ് വൈ. ഇതാ വരുന്നു നമ്മുടെ ചിയർ ഗേൾസ്. 18-കാരിയും പ്ലസ് -6. വേഗം കണക്ക് കൂട്ടി പറഞ്ഞ് എന്തായിരിക്കും തുക എന്ന്. എന്തായിരിക്കും തുക? 18 + -6 സമം 18 - 6 = 12. അതെ, ഇതൊരു ഡബിൾ സിക്സറാണ്. തുടർന്ന് കാണികളെ ആവേശം കൊള്ളിക്കാൻ ചരിത്രത്തിലാദ്യമായി മൈനസ് ടീമിൽ നിന്ന് 2 പേർ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ്. ഒരാൾ ബാറ്റിങ്ങും മറ്റൊരാൾ ബൗളിങ്ങും. അതെ, മൈനസും മൈനസും പോരാട്ടത്തിന് ഇറങ്ങി. അതെന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അതെ, മൈനസും മൈനസും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. അതെ, അതൊരു ബെയിൽസ് ആണ്. മൈനസുകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പ്ലസ് മുന്നേറിയിരിക്കുകയാണ്. അതെ, മൈനസും മൈനസും കൂട്ടിമുട്ടിയാൽ അത് പ്ലസ് ആണ്. വിജയം ആഘോഷിക്കാൻ ഇതാ 15-ഉം 5-ഉം എന്ന സുന്ദരികൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. 15 - -5 എന്തായിരിക്കും ഇവയുടെ തുക? 15 - -5 ഇവയുടെ തുക എന്തായിരിക്കുമെന്ന് നമുക്ക് ആകാംക്ഷയോടെ നോക്കിക്കാണാം. നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാമോ? വേഗം പറയൂ. 15 - 5 = 20. അതെ, ഇതൊരു 20-20 മാച്ച് ആയിരുന്നു. 2 മൈനസുകളുടെ പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല. -(-x) എന്തായിരിക്കും? അത്ഭുതകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്തവണയും ഒരു മൈനസുകളെ തോൽപ്പിച്ചുകൊണ്ട് പ്ലസ് മുന്നേറിയിരിക്കുകയാണ്. അതൊരു അതിസംഖ്യയായ പ്ലസ് എക്സ് ആയി മാറിയിരിക്കുകയാണ്. ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും ഗുണന ടെസ്റ്റ് മാച്ച് നടത്തുകയാണ്. അവയുടെ സമവാക്യം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. -x × y സമം x × -y എന്താണെന്ന് നോക്കാം. അവിടെ കാണികളിൽ ഒരാൾ സമവാക്യം ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്. അത് -x × y സമം x × -y സമം എന്താണ്? അതെ, -xy. വെറും ന്യൂനസംഖ്യയല്ല, സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ തുകയുടെ ന്യൂനസംഖ്യ. ഇതാ കടന്നു വരുന്നു. -2 × 3 ഇവയുടെ തുക എത്രയാണെന്ന് നോക്കാം. വേദം നോക്കിക്കേ എത്ര കിട്ടുമെന്ന്. -2 × 3 സമം -3 × 2 സമം എത്രയാണ്? അതെ, 6. -6 ശരിയാണ്. 2 × 3 6. ഉത്തരം -6. നിങ്ങളുടെ കണക്കൂട്ടലുകൾ ശരിയാണ്. വീണ്ടും വീറും വാശിയോടുകൂടി 2 ന്യൂനസംഖ്യകൾ ഗുണനഫലം കളിക്കാനെത്തിയിരിക്കുകയാണ്. -x × -y എന്താവുമെന്ന് നോക്കാം. മുൻപത്തെ പോലെ തന്നെ മൈനസും മൈനസും തമ്മിൽ ഗുണന മത്സരം നടത്തിയപ്പോൾ ആര് വിജയിച്ചു? അതെ, മൈനസും മൈനസും തമ്മിൽ ഗുണനസംഖ്യ നടത്തിയപ്പോൾ പ്ലസ് തന്നെ മുന്നിലെത്തിയിരിക്കുകയാണ്. -x × -y സമം xy. നമുക്ക് നോക്കാം. ന്യൂനസംഖ്യകളായ 20-20യോട് മത്സരിക്കാൻ ഇതാ വരുന്നു 5 റൺസ്. നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കും ഫലമെന്ന്? ഗ്രൗണ്ടിലേക്ക് കാതോർക്കുമ്പോൾ ദേ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് അതൊരു സെഞ്ചുറിയാണെന്ന്. അതെ, -20 × -5 സമം 20 × 5 സമം 100. അതൊരു സെഞ്ചുറിയാണ്. കളിയുടെ അവസാന ഘട്ടത്തിൽ കൂടുതൽ ആവേശത്തോടെ കളിക്കാൻ ദാ വരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ചേട്ടൻ. ഹരണം, അതെ, ന്യൂനഹരണം. -x/y സമം x/-y എന്ന് പറഞ്ഞുകൊണ്ട് ഹരണം ചേട്ടൻ ബാറ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂനസംഖ്യയും അതിസംഖ്യയും ഹരിച്ചാൽ ഹരണഫലത്തിൻ്റെ ന്യൂനസംഖ്യയായിരിക്കും. അതായത് മൈനസ് തന്നെ നായകൻ. -(x/y) എന്നാ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനസംഖ്യകൾ ഹരണച്ചേട്ടനുമായി മൽപ്പിടുത്തത്തിനായി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്.
എന്താവും ഫലമെന്ന് നമുക്ക് നോക്കിക്കാണാം. മൈനസുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുമോ ഇല്ലയോ? അതെ, മൈനസുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. -x/-y = x/y ആയിരിക്കുന്നു. മാൻ ഓഫ് ദി മാച്ചായി ആര് മുന്നേറുമെന്ന് നമുക്ക് നോക്കാം. അതെ, മാൻ ഓഫ് ദി മാച്ചായി മൈനസ് മുന്നേറിയിരിക്കുകയാണ്. മൈനസിൽ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മാത്രമാണ് മൈനസ് പരാജയപ്പെടുന്നത്. ബാക്കി എല്ലായ്പ്പോഴും തലയെടുപ്പോടെ മുന്നിൽ തന്നെ മൈനസ് ഉണ്ടാവും. നമ്മുടെ സ്കോറിംഗ് ബോർഡും കൂടി നമ്മുടെ കൂടെ കൊടുത്തിരിക്കുകയാണ്. അതെ, നമ്മൾ മാൻ ഓഫ് ദി മാച്ചായി വിജയിച്ചിരിക്കുന്നു.